സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടോ? പ്രത്യക്ഷത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നില്ലായിരിക്കും, പക്ഷേ കുറച്ച് ഉൾഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും കോമൺ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥ പറയുന്ന സിനിമയാണ് പൊന്മാൻ. നമുക്കറിയാം ബേസിൽ ജോസഫും സജിൻ ഗോപും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ള സിനിമ. ബേസിലിൻ്റെ ഓരോ സിനിമകളും വരുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ് ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്ന്. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പ്രാവിൻകൂട് ഷാപ്പാണെങ്കിലും ഒരു ന്യൂ ട്രൈ ആയിരുന്നു, ഒരു പോലീസ് വേഷമൊക്കെ. അതിൽ നിന്നും വീണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പി അജേഷ് എന്നൊരു കഥാപാത്രത്തെയാണ് ബേസിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രം. അതുപോലെ സജിൻ ഗോപു മരിയാനോ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അംബാനിൽ നിന്നും മരിയാനയിലോട്ടുള്ള സജിൻ ഗോപുവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് വളരെ വലിയൊരു കയ്യടി അർഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഭയങ്കര ഒരു കലിപ്പ് ലുക്കൊക്കെ പിടിച്ചിട്ടുള്ളൊരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് സജിൻ ഗോപു ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആർട്ട് ഡയറക്ടറായിരുന്ന ജ്യോതിഷ് ശങ്കറിൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയലാണ് പൊന്മാൻ. പക്ഷേ ആദ്യ സംവിധാനം എന്ന് ഒരു രീതിയിലും തോന്നിക്കാത്ത രീതിയിലാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഡയറക്ഷൻ വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി വൈസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഭയങ്കര ട്രിമ്മായിരുന്നു. ഒരുപാട് ഡ്യൂറേഷൻ ഇല്ലാതെ ഒരുപാട് ലാഗ് ഫീൽ ചെയ്യിക്കാത്ത രീതിയിലും വളരെ വെൽ പാക്ഡ് ആയിട്ടാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. ഓരോരുത്തരുടെയും പെർഫോമൻസ്, ബേസിലിൻ്റെ ഞാൻ പറഞ്ഞു, സജിൻ ഗോപു, അതുപോലെ തന്നെ ലിജോ മോള്, ആനന്ദ് മന്മഥന്, ദീപക് പറമ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് വൈസും ആ ഒരു കഥ എന്താണോ ഇതിലൂടെ ഉദ്ദേശിച്ചത് ആ കഥ അതേ രീതിയിൽ പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ശ്രീധരം എന്ന് പറയുന്നത് സൊസൈറ്റി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പം നമുക്ക് സിറ്റി ലൈഫിലുള്ളവർക്കൊക്കെ അധികം റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ കുറച്ച് ഉൾഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു കഥ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ കുറച്ച് ഉൾഭാഗത്താണ്, മൺട്രോതുരുത്തും ആ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു കഥ. ഈ കഥ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും ചുറ്റുപാടും കാരണം ഇന്നത്തെ കാലത്തും ഇത് നടക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മളിലേക്ക് എത്തുക കൂടെയാണ്. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന ബുക്കിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കൂടെയാണ് ഈ സിനിമ. ബുക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു പ്യുവർ അഡാപ്റ്റേഷൻ തന്നെയാണ്. അപ്പം അത് ഫുൾ ഈവൻ ആർട്ടിസ്റ്റുകളിലൂടെ ആണെങ്കിലും എല്ലാ രീതിയിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയത് സംവിധായകൻ്റെ വിജയം തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതിലെ വളരെ കുറച്ച് പാട്ടുകളാണ് ഇതിൽ വരുന്നത്. ആ പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സിനിമയുടെ ആ ഒരു പേസിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ കൂടെ പറ്റിയിട്ടുണ്ട്. എന്നാലും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് പൊന്മാൻ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പൊന്മാൻ കാണുക. ഇതിനോടകം സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക.